ഒരു 7 അടി ഉയരമുള്ള ഒരു കുടയാണിത്. ഇവിടെ 2 കസേരയൊക്കെ ഇട്ടിരുന്ന് ചായ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിരിക്കാൻ നല്ലൊരു ഗാർഡനിലൊക്കെ നല്ല സെറ്റപ്പാണ്. വേണമെങ്കിൽ പറയാം, ഇത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ബൊഗൈൻവില്ല അംബ്രല്ല ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ എന്ന് എൻ്റെ ഹസ്ബൻഡ് അവകാശപ്പെടുന്നുണ്ട്. ചേട്ടൻ ബോഗൻവില്ലയിൽ ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അതിൽ നമ്മൾ ഒരുപാട് അത്രയും ഇല്ലെങ്കിൽ തന്നെയും അതിൽ കുറച്ച് ഇഷ്ടപ്പെട്ട കളറാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇത് സൺറൈസ് വൈറ്റ്, ചില്ലി യെല്ലോ, ചില്ലി റെഡ്, ഫയർ ഒപ്പാൽ. ഇതാകുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുവാണ്. റൂബി റെഡ്, ഫയർ ഒപ്പാൽ, വൈറ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ബിഗ് പ്ലാന്റ് ആണിത്. കടലാസ് പൂവിൻ്റെ ഒരു മുത്തശ്ശിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ തടിക്ക് തന്നെ നല്ല കാലപ്പഴക്കമുണ്ട്. ഈ കളർ കണ്ടോ, പീച്ച്. നമ്മൾ ഇതിൻ്റെ ഫ്ലവർ പോലും ബൊഗൈൻവില്ല അല്ലാതെ റോസിലായാലും മറ്റു പ്ലാന്റിലൊന്നും ഇങ്ങനെ ഒരു കളറിലെ ഫ്ലവർ നമ്മൾ കാണുന്നത് അപൂർവമാണ്. ഇതിന് സൈഡിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ചെടിയായിരുന്നു കടലാസ് ചെടി. ഇതിനെ ഈ പരുവത്തിൽ നിന്ന് കടലാസ് ചെടിയുടെ വിവിധ ഒരു രൂപങ്ങളാണ് എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും കാണുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കളറാണിത്, ഫയർ ഒപ്പാൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അധികം ഈ പറഞ്ഞ പോലെ മതിലിന് സൈഡിൽ ഒന്നും കാണാത്ത ഒരു നിറവാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് തന്നെ നല്ല വിലയുണ്ട്. ഇതാണിത് സൺറൈസ് വൈറ്റ്. ഒത്തിരി പേര് ഈ പ്ലാന്റിനെ പറ്റി ചോദിക്കാറുള്ളത് എന്താണെന്ന് അറിയാമോ? ഇതൊരു പ്ലാസ്റ്റിക് പൂവാണോ എന്നാണ് ചോദിക്കുക. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇല കാണാൻ വയ്യ. അതാണ് നമ്മൾ എന്താ ഒരു പൂവുണ്ടായ അതിൻ്റെ ഇലയുണ്ടായാലേ അത് പൂവാന്ന് പറയും. പക്ഷേ ഇത് ചോദിക്കുന്നത് ഇത് ആർട്ടിഫിഷ്യലാണോ എന്നാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഇതിന് ഇനിയും പൂവാകും കേട്ടോ, നല്ല തിക്കായിട്ട് പൂവാകും, മൂടി നിൽക്കും. ഓർത്തത് ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി കേട്ടാ. ഇതാണ് ഈ മിസ് വേൾഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് കണ്ടോ, മിസ് വേൾഡ് പ്ലാന്റ് അല്ല, ഈ ഒരു ഇനത്തിന് പറയുന്ന മാത്രം പേരാണ് മിസ് വേൾഡ്. ഇതിൻ്റെ ഒരു ഐഡിയ ആണ്. ഇത് നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ആദ്യ രൂപം. കണ്ട കളർ വേരിയേഷൻ ഉണ്ട്. പിന്നെ പതിയെ ചേഞ്ച് ആയിട്ട് ഈ പിങ്ക് മാത്രമായിട്ട് വരും. അതായത് ഇത് നല്ല ഭംഗിയാണ്. ഇത് മാത്രമുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട്. ഇത് കൊല്ലയായിട്ട് പൂവുണ്ടാകുന്ന ഒരു ഇനമാണ് കേട്ടോ മിസ് വേൾഡ് എന്ന് പറയുന്നത്. കളക്ട് ചെയ്യുന്നത് നമ്മൾ കൂടുതലും നോർത്ത് ഈസ്റ്റ് ഭാഗത്തു നിന്നാണ് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. പിന്നെ കളക്ട് ചെയ്ത് ഇതിനെ ഒരു മദർ പ്ലാന്റ് ആക്കി വളർത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ്റ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. മദർ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ നമ്മൾ ഈ വലിയ തടിയൊക്കെ ആദ്യം കളക്ട് ചെയ്യും. റൂട്ട് സ്റ്റോക്ക് കളക്ട് ചെയ്ത് വേര് പിടിപ്പിക്കും. കാരണം ഇത് വേര് പിടിച്ചെങ്കിൽ മാത്രമേ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ നടക്കത്തുള്ളൂ. സീക്രട്ട് ഒന്നും ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ NPK ചേർന്ന രാസവളങ്ങളും അതുപോലെ പിന്നെ കടലാസ് ചെടിയല്ലേ, രാസവളങ്ങളും ഫ്ലവർ അല്ലേ, നമ്മൾ പക്ഷേ പിന്നെ കഴിക്കാൻ ഉപയോഗിക്കുന്നൊന്നും അല്ലല്ലോ. രാസവളവും കൊടുക്കാം. പിന്നെ അല്ലാതെ നമ്മൾ കടലപ്പിണ്ണാക്കും പുളിപ്പിച്ചും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഫ്ലെയിം റെഡ് നല്ല ഒരു തീഷ്ണമായ ഒരു കളറാണിത്. ഇതിൻ്റെ ഒരു 2-3 ഇനങ്ങളുണ്ട് കേട്ടോ. ഇതൊരു ഫയർ ഒപ്പാൽ മാത്രം ചെയ്തിട്ടുണ്ട്, വൈറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്റ്റിക്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാനും അത്ര എളുപ്പമല്ല. നോക്കി കണ്ടോ, ഇവിടെ നിന്നാണ് എൻ്റെ ഗ്രാഫ്റ്റിംഗ് വരുന്നത്. അതും ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് കിട്ടാനും പാടാണ്. ഇത്രയും ഹൈറ്റുള്ള സ്റ്റിക്ക് നമുക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചില്ലി യെല്ലോ എന്നാണ് പറയുന്നത്. ചില്ലി യെല്ലോ മാത്രമായിട്ടൊരു പ്ലാന്റ് ആണ്. ശരിക്കും ഒരു സ്വർണ്ണ കളർ പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കൂടെ അത് വെറൈറ്റിയാണ്. ചില്ലി ഇനത്തിൽ പെട്ടതാണ്. ഇതിൻ്റെ കൂടെ വൈറ്റും ഒക്കെ ചേർത്ത പ്ലാന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഞങ്ങൾക്ക് സെയിൽ ഔട്ടായി. അതും അതിമനോഹരമാണ്. തീർച്ചയായിട്ടും. ചില്ലി റെഡാണ്. ചില്ലി റെഡും ഇത് സൺറൈസ് വൈറ്റ്. ചില്ലി റെഡും സൺറൈസ് വൈറ്റും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണിത്. ഇത് ചില്ലി റെഡ് മാത്രമുള്ള ഒരു ബിഗ് പ്ലാന്റ് ആണ്. ഇത് മനോഹരമാണ് കാണാനായിട്ട്. അതുപോലെ ചില്ലി റെഡിൻ്റെ കൂടെ വൈറ്റ് ചേർന്നാലും അതിമനോഹരമാണ്. ഇതെന്ന് പറയുന്നത് ഫയർ ഒപ്പാൽ.
അപ്പോഴാണ് ഓർത്തത് ബൊഗൻവില്ലയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് സൺലൈറ്റ്. ഒരു 5-6 മണിക്കൂർ സൺലൈറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതാ ഓവറാണ് സൺലൈറ്റ്, ഇവിടെ ഓവറാണ്. ഓവർ സൺലൈറ്റ് വരുമ്പോൾ എന്താ 2 നേരം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു നേരം വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു എന്താ 1 ലിറ്റർ വെള്ളം മതി ഒരു ചെടിക്ക്. പിന്നെ എന്തായാലും പിന്നെ ഇവിടെ വെയിൽ കൂടുതൽ ഇതുപോലെ വെയിലുള്ള പ്രദേശമാണെങ്കിൽ നമുക്ക് 2 നേരവും വെള്ളം ഒഴിച്ച് കൊടുക്കണം. സിംഗിൾ കളറാണ് മൾട്ടി കളർ. നിങ്ങളിതേ സുലഭമായി എല്ലായിടത്തും കാണുന്ന നമ്മുടെ പണ്ടത്തെ കല്ലാസിയടിയാണിത് കാണുന്നത്. എന്താണ് ശരിക്കും നാടൻ കല്ലാസിയടി. ഇതിനും ഒരുപാട് ആവശ്യക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫ്ലവറൊക്കെ ഇവിടെ കാണാം. ഗ്രാഫ്റ്റ് ചെയ്തെടുത്താ. ഇത് എന്തോ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം ചെയ്ത് നോക്കിയ ഇതാണിത്. ഈ പൂ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാവരും ഇതിൻ്റെ ചെറിയ പ്ലാന്റൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നാടനാണ് ഇത്. നാടൻ എങ്കിലും ഇത് നമുക്ക് ഒരു 30 ദിവസത്തോളം പൂ നിൽക്കുന്ന ഇനമാണ് കേട്ടോ. ഈ യെല്ലോയൊക്കെ നോക്കിയേ, നമ്മുടെ ഹൈബ്രിഡിന് വെല്ലുന്ന രീതിയിൽ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം ഹൈബ്രിഡാണ്. ഇവിടെ എല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണുള്ളത്. ഹൈബ്രിഡ് ഇനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ തിക്കായിട്ട് പൂവുണ്ടാകുന്നതാണ്. നമ്മൾ മഴക്കാലത്തും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. നാടൻ ഇനങ്ങളാകുമ്പോൾ ചെറിയ മഴ വന്നാൽ അത് കൊഴിഞ്ഞു പോകാനിടയാവും. ഹൈബ്രിഡിന് ആ പ്രശ്നമില്ല. നമ്മൾ പിന്നെ വീട്ടിലിപ്പോൾ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ ഹൈബ്രിഡ് ഇനങ്ങളാണ് ഏറ്റവും നല്ലത്.